ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു കുട്ടി ക്രിസ്മസ് സെലിബ്രേഷൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കരുതും ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ക്രിസ്മസ് സെലിബ്രേഷനാണ്. അതെ ഗൈസ്, എൻ്റെ അമ്മ KSRTC കണ്ടക്ടർ. അപ്പോൾ ലേഡീസ് കണ്ടക്ടർമാരെല്ലാവരും കൂടെ ചേർന്ന് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി നമ്മളെ വീട്ടിലോട്ടാണ് വരുന്നത്. അവരെല്ലാ കൊല്ലവും ഇതുപോലത്തെ ക്രിസ്മസ് ആഘോഷമായാലും ഓണം ആഘോഷമായാലും ഇതുപോലെ ഓരോരുത്തരുടെ വീട്ടിൽ കൂടാറുണ്ട്. അപ്പോൾ ഇക്കൊല്ലം ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി നമ്മളെ വീട്ടിലോട്ടാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഞാൻ തലേ ദിവസം പോയിട്ട് നേരെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എൻ്റെ ഡെക്കറേഷൻ പരിപാടിയിലോട്ട് സ്റ്റാർട്ട് ചെയ്തു. ക്രിസ്മസ് ട്രീയും പുൽക്കൂടെ എല്ലാം ഡെക്കറേറ്റ് ചെയ്ത് കേട്ടോ. ഡെക്കറേഷൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ഓൾറെഡി ഡെക്കറേഷൻ വീഡിയോ ഒക്കെ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഞാനിവിടെ അയക്കാട്ടി കൊടുത്തേക്കാവേ. അപ്പോൾ അതാ എൻ്റെ ക്രിസ്മസ് ട്രീയും പുൽക്കൂടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി രാവിലെ എണീച്ചതിനെയൊക്കെ അതിൻ്റെ പ്ലേസ് കൊണ്ട് വെച്ചാൽ മാത്രം മതിയല്ലോ. പിന്നെയുള്ള പരിപാടി എന്ന് പറയുന്നത് ക്രിസ്മസ് ഫ്രണ്ടിന് അമ്മ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റായിരുന്നു കേട്ടോ. ഇതിനൊന്ന് റാപ്പ് ചെയ്തെടുക്കണമായിരുന്നു. ഗ്ലാസ് ബൗളായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ സെലക്ഷനാണ്, ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ. അങ്ങനെ പിന്നെ എൻ്റെ റാപ്പിംഗ് പരിപാടിയും അങ്ങനെ കഴിഞ്ഞു, അതും സെറ്റായി. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇത് വന്നിട്ട് സൺഡേ മോർണിംഗ് ആയിരുന്നു കേട്ടോ. ഉറക്കപ്പിച്ചിലാണ് കേട്ടോ നിൽക്കുന്നത്. ഞാനിപ്പോൾ ഉറക്കം എണീച്ചതേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഡോറിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ആർട്ടിഫിഷ്യൽ മേരി ഗോൾഡിൻ്റെ ഫ്ലവർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നേരെ ചായ എടുത്തോണ്ട് ഒന്ന് ഫ്രീ ശൈലത്തിൻ്റെ പുറത്തോട്ട് പോകും. കാരണം ഞാൻ എൻ്റെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് ഫ്രണ്ടിൽ ഇതുപോലെ ചെന്ന് ചെടികുട്ടന്മാരെ നോക്കി നിൽക്കാൻ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് രാവിലെ ഇങ്ങനെ എണീച്ച് പുറത്തൊക്കെ നോക്കി നിൽക്കാൻ. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നിൽക്കണേ. നമ്മളുടെ ചെടികളെല്ലാം പൂത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഒത്തിരി ചെടികളായിട്ടുണ്ട്. നല്ല രസമാണ്, ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ശ്രീശൈലത്തിൻ്റെ പുറത്തോട്ട് നോക്കി. ഇതുപോലെ ശംഖുപുഷ്പം അങ്ങനെ എല്ലാം വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ചായയും കുടിച്ച് വെളിയിൽ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഡെക്കറേഷൻ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബലൂൺസും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ബലൂണൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇങ്ങനെ ഒരു ടേബിളിലായിരുന്നു ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് തലേ ദിവസം. അതിനെ ഞാൻ അതിൻ്റെ കറക്റ്റ് പ്ലേസിലൊക്കെ ഒന്ന് കൊണ്ട് അറേഞ്ച് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ നേരെ റെഡി ആവാൻ പോയി. അപ്പോഴത്തേക്ക് ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മ റെഡിയായി, ഞാനും തക്കിട്ടും ചേച്ചിയൊക്കെ റെഡിയായി. പിന്നെ നമ്മളെല്ലാവരും ഒത്തുചേർന്ന വട്ടമേശ സമ്മേളനം അത് നിർബന്ധമാണ്. വട്ടമേശ സമ്മേളനത്തിൽ 2 പേരില്ലായിരുന്നു കേട്ടോ. എൻ്റെ ബ്രദറും ഹസ്ബൻഡും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ചേച്ചി അമ്മയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഫുഡ് വന്നിട്ടുള്ളതുകൊണ്ട് അച്ഛൻ പുറത്തോട്ട് പോയി കേട്ടോ. പിന്നെ ശ്രീശൈലത്തിൽ ആദ്യമായിട്ടാണ് അമ്മയുടെ ലേഡീസ് കണ്ടക്ടർമാരെല്ലാവരും വരുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ വഴി ചോദിക്കാൻ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോരുത്തരിങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എല്ലാവരും ശ്രീശൈലത്തിലോട്ട് വരുന്നത് തന്നെ. അതുകൊണ്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളെ ഫുഡ് ഇതാ വന്നു കഴിഞ്ഞു. അപ്പോൾ ഫുഡെല്ലാം വന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ അമ്മയുടെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ, കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, 2 റൂം നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും നല്ലൊരു വൈബ് തന്നെയായിരുന്നു. എല്ലാവരും ഒത്തുകൂടുമ്പോഴാണല്ലോ ആ ഒരു സെലിബ്രേഷൻ കളർഫുൾ ആവുന്നത്. പിന്നെ കണ്ടക്ടർമാർ മാത്രമല്ല കേട്ടോ, അവരുടെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് പേർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ടൂറും കാര്യങ്ങളായിട്ട്. ബാക്കി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ കണ്ടക്ടർമാരെല്ലാവരും കൂടെ ചേർന്ന് നമ്മളിങ്ങനെ ഒരു ടൂറൊക്കെ പോയിട്ടുണ്ട്. അതിൻ്റെ വ്ളോഗ് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുമൊക്കെ, ഞാനിവിടെ അയക്കാട്ടി കൊടുത്തേക്കാവേ. അങ്ങനെ നമ്മൾ കേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 സെറ്റ് ഓഫ് കേക്കാണ്. ഒന്ന് ഹാപ്പി ന്യൂ ഇയർ 2025 എന്ന് എഴുതിയിരിക്കുന്നതും മറ്റൊന്ന് KPM റോക്സ്. KPM റോക്സ് എന്ന് വെച്ചാൽ കണിയാപുരം ഡിപ്പോയിലെ കണ്ടക്ടേഴ്സ്മാരാണല്ലോ, അവരുടെ പേരാണ് KPM റോക്സ് എന്ന് ഇട്ടേക്കുന്നത്. അവരുടെ ഗ്രൂപ്പ് നെയിം വെച്ചിട്ടാണ് കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ആൻറ്റി വീട്ടിലുണ്ടാക്കുന്ന വൈനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല സെറ്റ് വൈനായിരുന്നു. അങ്ങനെ കേക്കും മുറിച്ച് വൈനും കുടിച്ച് നമ്മളുടെ ആഘോഷം ഇവിടെ തുടങ്ങാൻ പോവുകയാണ്. ഇനി ഞാൻ ബാക്കി പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും പരസ്പരം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ വ്ളോഗ് ഞാൻ തൽക്കാലം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം അത് ലോങ് വീഡിയോ ആയാൽ നിങ്ങൾക്ക് തന്നെ ബോറാവും. അതുകൊണ്ട് തന്നെ ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതാണ്. നമ്മളുടെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനിയും ഉണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, നമ്മളെ സെക്കൻഡ് വ്ളോഗായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും പറയും പോലെ, ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കുട്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും വരാം. ടാറ്റാ.